പക്ഷെ അമ്മ ചോദിച്ച സമയത്ത് എനിക്ക് സ്ക്രോൾ ചെയ്തെടുക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും പിന്നെ പൈസ കൊടുത്തിറക്കിയാണ് ആളെ. എന്നോട് ക്യാമറ പറയാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യം. ഓക്കെ ഓക്കെ, നന്നായി വരട്ടെ. കാരണവരാ ഫുട്ബോള് എനിക്കങ്ങനെ സ്പോർട്സിനോട് താല്പര്യമില്ല. ഇഷ്ടമാണ്. ക്രിക്കറ്റ് എന്നുള്ള ഗെയിമാണ് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എങ്ങനെയാണുള്ളത് ഫുട്ബോൾ പിന്നെ ഇഷ്ടമാണ്, പക്ഷെ കാണാറില്ല. പിന്നെന്താ കാണാറ്? സീരിയലാ? എന്റെ ചോദ്യങ്ങൾ വെബ് സീരീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. റീസെന്റ് ഞാൻ മഞ്ജുഷ മാർക്കം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഹയർ എക്സ്റ്റൻഷൻ മറ്റൊരു പോകും വെബ് സീരീസിലേക്ക്. അത് രാത്രി കുറങ്ങാണ്ടിരുന്നതാണ്. അത്ര നല്ല വെബ് സീരീസ് ആയിരുന്നു. പിന്നെ അങ്ങനത്തെ പഴയ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് പഴയ സിനിമയിലെ കോമഡി സീനുകൾ കാണാം. പിന്നെ സലീം കുമാർ കോമഡി സീൻസ്, അങ്ങനെ പഴയ ആക്ടേഴ്സൊക്കെ ഇല്ലേ, അതൊരു കോമഡി സീൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഇപ്പോൾ. ഫുട്ബോളൊന്നും അങ്ങനെ പണ്ട് ഇപ്പോഴും കാണാറില്ല. പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ വെക്കുമ്പോൾ ചുമ്മാ അങ്ങനെ എത്തിച്ചു നോക്കുന്നല്ലാതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു പുതിയ പരിപാടികൾ എന്തിനൊക്കെ ആയോ? ഇപ്പൊ പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് ഇപ്പം ഇങ്ങനെ കൺഫേം ആയിട്ടില്ല. എങ്ങനെയാ വെറുതെ നമ്മൾ നോണ പറയണ പ്രൊജക്റ്റ് ഉണ്ടെന്നൊക്കെ. ഇല്ലെങ്കിൽ ഇല്ല. അതാ ആവണമെന്ന് ആഗ്രഹം ഉണ്ട്. എന്നാലേ നമുക്ക് ഇനിയും കാണാൻ പറ്റുള്ളൂ, കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. ചേട്ടന് ചോദിക്കാൻ തന്നെ ചോദിച്ചു. തുമ്മല് പിടിച്ച് മഴ വേറെന്തെങ്കിലും ചോദ്യങ്ങളില്ലാത്തത്. വേറെന്തെങ്കിലും വിഷയം? ചോദ്യമുള്ളൂ. ദൈവമേ, ചേട്ടനാള് മാറി. സാധാരണ എന്നെ ചോദിച്ചൊക്കെ ഇല്ലാന്നാക്കി കളയുന്നേ. ആളെ മാസ്ക് വെച്ചാലും പറഞ്ഞിട്ടാൽ പോലും ഞാൻ തിരിച്ചറിയും. ഒരു ദിവസം എനിക്ക് ഞങ്ങളുടെ മൂവിയുടെ ടീസർ പ്രൊമോഷൻ വന്ന സമയത്ത് കേക്ക് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കണവൻ എന്നെ വരെ വെറുതെ വിടാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടതില്ല, അത് മാറിപ്പോയി. എന്താ മാറ്റം ഉണ്ടായേക്കണ ആൾക്ക്? ചോദ്യങ്ങൾ ചോദിക്കണില്ല. അതൊക്കെ അടിപൊളി ഉണ്ടല്ലേ? ഡ്രസ് എങ്ങനെയുണ്ട്? അതെ, ഡ്രസ് നൈസ് ആയിട്ടുണ്ടോ? നല്ല കളർഫുൾ. താങ്ക് യു. തൃശ്ശൂരുള്ള സൈറ എന്ന് പറഞ്ഞിട്ടൊരു സൈറ അഭയ സ്റ്റോറിൽ മൊത്തം വാഴ തന്നെയൊക്കെയാണ്. അതെ, മൊത്തം വാഴ വെറൈറ്റി ആയിപ്പോയി. നല്ലൊരു കളർഫുൾ ആയിട്ടില്ലേ? അടിപൊളി അടിപൊളി. വാഴ തെങ്ങ് ഫാൻസിനെ കൊണ്ട് തോറ്റു അങ്ങനെ പറഞ്ഞ ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. എന്ത് ഗ്ലാമറാണ് യുഡിസി. ഒരു ഓട്ടോഗ്രാഫ് വരാം. ഇവനൊന്ന് വീഡിയോ പിടിച്ചേ.